ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു മുതലാളിയും തൊഴിലാളിയും അവർ തമ്മിലുള്ള സംഭാഷണവും ആണ് ഈ ഇതിവൃത്തം. മുതലാളിയെ തൊഴിലാളി വിളിക്കുകയാണ്. എന്താണ് സഹോദര, എന്താണ് പറ്റിയതെന്ന് അവർ ചോദിക്കുമ്പോൾ എൻ്റെ മകൻ +2 പാസ്സായിട്ടുണ്ട്. സന്തോഷത്തോടെ മുതലാളി എല്ലാവിധ ആശീർവാദങ്ങളും കൊടുക്കുകയാണ്. സർ, എനിക്കൊരു 1000 രൂപ അഡ്വാൻസായി വേണമെന്ന് പറയുന്ന തൊഴിലാളിയോട് മുതലാളി പറയാണ്, ആയിക്കോട്ടെ, പ്രശ്നമില്ല, ജനറൽ മാനേജറോട് പറഞ്ഞ് നീ പൈസ വാങ്ങിച്ചോ, ഞാൻ അവനോട് പറയാം. അതുപോലെ തന്നെ എന്തായിരുന്നു ആ ഒരു ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ മകന് പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി ആണ് ആ പൈസ എന്ന് തൊഴിലാളി പറയുകയാണ്. ആയിക്കോട്ടെ, പ്രശ്നമില്ല, മക്കൾക്ക് വേണ്ടുന്ന എന്തും ചെയ്തു കൊടുക്ക്, 1000 രൂപ നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. അതിൻ്റെ കൂടെ മുതലാളിയുടെ മകൻ വന്ന് തൊഴിലാളിയോട് ചോദിക്കുകയാണ്, എവിടെ അച്ഛൻ, ഇപ്പോൾ പുറത്തു പോയി എന്ന് ആ ഫ്രീക്കനായ മകനോട് അദ്ദേഹം പറയുകയാണ്. ആ മകൻ വന്ന് അച്ഛനോട് പറയുകയാണ്, അച്ഛാ, നിങ്ങൾ എവിടേക്കാണ്? ഞാനും വരുന്നു അങ്ങോട്ടേക്ക്. അച്ഛൻ ചോദിക്കുന്നു, എവിടേക്ക്? എൻ്റെ പഴയ പുസ്തകങ്ങൾ കൊടുക്കാൻ വേണ്ടി എനിക്ക് ആക്രി കട വരെ ഒന്ന് പോകണം, ഞാനും നിങ്ങളുടെ കൂടെ വരികയാണ്. അച്ഛൻ പറയാണ്, എന്താണ് നിൻ്റെ ആവശ്യം? ഇതെൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ബുക്കാണ്, എനിക്കിനി പണിയൊന്നുമില്ല ഈ ബുക്കിനെ കൊണ്ട്. ഞാനിത് കൊടുത്ത് എന്തെങ്കിലും പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കേട്ട അച്ഛൻ കാറിൽ നിന്ന് ഇറങ്ങുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ, നീ ഈ പുസ്തകം 1 കൊല്ലം മുമ്പേ എത്ര പൈസ കൊടുത്താണ് വാങ്ങിച്ചത്? മകൻ പറയുന്നു, ഇത് ഏകദേശം ഒരു 1000 രൂപയുടെ അടുത്ത്. അച്ഛൻ പറയുന്നു, ഓ, 1000 രൂപ കൊടുത്ത് വാങ്ങിച്ചതല്ലേ? നിനക്കിത് ആക്രിക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പൈസ സമ്പാദിക്കാൻ കഴിയും? പപ്പ, എനിക്കെങ്ങനെ കറക്റ്റായിട്ട് അറിയാനാ? ഇതൊരു 20 രൂപയുടെ കണക്ക് വെച്ചാൽ 3 കിലോ ഉണ്ട്, ഇത് ഒരു 60 രൂപ കിട്ടുമായിരിക്കും. നിനക്കൊരു 60 രൂപ പോക്കറ്റ് മണിയുടെ അത്ര വലിയ ആവശ്യമുണ്ടോ? പപ്പ, അങ്ങനെയുള്ള വാക്കൊന്നുമല്ല, ഒരു പോക്കറ്റ് മണി അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് സ്ഥലവും കിട്ടും വീട്ടിൽ ബാക്കിയുള്ള പുസ്തകം വെക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാനിത് ആക്രിക്കാരന് കൊടുക്കാൻ തീരുമാനിച്ചു, അത്ര തന്നെ. അദ്ദേഹം കുറച്ച് ആലോചിച്ചതിന് ശേഷം മകനോട് പറയുകയാണ്, മകനെ, വിവരം വിൽക്കാനുള്ളതല്ല, അത് പരസ്പരം ഷെയർ ചെയ്യാനുള്ളതാണ്. നിനക്കിത് വിറ്റ് കിട്ടിയ ഒരു 60 രൂപ കൊണ്ട് നീ എന്ത് ചെയ്യാനാണ്? ഇതിനും നല്ലത് ഇത് ആവശ്യമുള്ള ആരെങ്കിലും തേടി അവരെ ഏൽപ്പിക്കലാണ്. അങ്ങനെയെങ്കിൽ അവർക്കൊരു 1000 രൂപയുടെ ഹെൽപ്പായി കിട്ടും, അവരുടെ അടുത്തുള്ള 1000 രൂപ സേവായി കിട്ടുകയും ചെയ്യും. മകൻ തിരിച്ചു ചോദിക്കുകയാണ്, അപ്പാ, ഞാൻ അത്തരം ആവശ്യക്കാരെ എവിടെ പോയി പരിധിയെടുക്കും? ആ വലിയ മനസ്സിനുടമ പറയുകയാണ്, നിയത്തോടു കൂടി നമ്മൾ മനസ്സ് വെച്ചാൽ ദൈവത്തെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വരൂ, ഞാൻ കാണിച്ചു തരാം അത്തരക്കാരനെ, ആവശ്യക്കാരനെ ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ തൊഴിലാളിയെ വിളിക്കുകയാണ്, മകനോട് പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ മകൻ നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്, ആ പുസ്തകം ഇദ്ദേഹത്തിന് ഏൽപ്പിക്കണം. ആ മകന് ഈ ഒരു പുസ്തകം വളരെ ഉപകാരപ്പെടും. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ 1000 രൂപ സേവായി കിട്ടുകയും ചെയ്യും, മറ്റുള്ള ആവശ്യങ്ങൾക്ക് ആ ഒരു പൈസ ഉപയോഗപ്പെടുകയും ചെയ്യും. മകൻ വളരെ ഹാപ്പിയാകുകയാണ്. മകൻ ആ പുസ്തകം അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഏൽപ്പിക്കുന്നതിന് മുന്നോടിയായി ഒരു കാര്യം കൂടി പറയുകയാണ്, പപ്പ, ഞാൻ ഈ പുസ്തകം ഇന്ന് ഇയാളെ ഏൽപ്പിക്കുന്നില്ല, ഞാൻ നാളെ ഇതിന് നല്ല പൊതിയൊക്കെ ഇട്ടുകൊണ്ട് ഈ പുസ്തകത്തിനെ പുതിയതാക്കിക്കൊണ്ട് ഞാൻ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നല്ലൊരച്ഛനും അച്ഛനേക്കാൾ സഹായനിധിയായ മകനും. ആ തൊഴിലാളി മുതലാളിയോട് പറയുകയാണ്, സർ, ഇതിനെത്ര പൈസ വിലയുണ്ടെങ്കിലും ഞാനത് ഇവനിക്ക് കൊടുത്തു കൊള്ളാം. അദ്ദേഹം പറയുന്നതിനിടയിൽ മകൻ കയറി പറയുകയാണ്, വിവരം വിൽക്കാനുള്ളതല്ല, അത് പരസ്പരം ഷെയർ ചെയ്യാനുള്ളതാണ്. എത്ര നല്ല മെസ്സേജാണല്ലേ! ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയൊരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരക്കാർ പല സ്ഥലങ്ങളിലും കാത്തിരിക്കാവും. അങ്ങനെയുള്ള പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടാവും എന്ന് വളരെ വിനയത്തോടു കൂടി അറിയിച്ചുകൊണ്ട് നവാസ് സൈനിങ് ഓഫ്. ബൈ ബൈ.